ഇന്നത്തെ പണ്ഡിതർ ചിലതൊക്കെ അറിയേണ്ടതുണ്ട്. ഇസ്ലാമിൽ പൗരോഹിത്യമില്ല. കൃത്യമായ നസ്സുകളില്ലാത്ത മതനിയമങ്ങൾ പറയുമ്പോൾ നല്ല കരുതൽ വേണം. മുൻകാല പണ്ഡിതന്മാർക്ക് അതുണ്ടായിരുന്നു. അവർ അവരുടേതായ കാഴ്ചപ്പാടുകളിൽ മതനിയമങ്ങൾ പറഞ്ഞാൽ അതിൻ്റെ അവസാനം അള്ളാഹു അഅലം എന്ന് പറഞ്ഞു വെക്കും. കാരണം ഈ പ്രയോഗം മറ്റൊരാൾക്ക് വിഷയം കൂടുതൽ പഠിക്കാനും ശരി കണ്ടെത്താനും അവസരം നൽകും. ഇന്ന് പക്ഷേ മറിച്ചാണ് അവസ്ഥ. പലരും തർക്ക വിഷയങ്ങളിൽ അവസാന വാക്ക് അവരുടേതായിരിക്കണം എന്ന് കരുതുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ വാദങ്ങൾ സമർത്ഥിച്ച ശേഷം അള്ളാഹു അഅലം എന്ന് അവർ പറയില്ല. ഇന്ന് പല വിഷയങ്ങളിലെയും തർക്കങ്ങൾ നിലക്കാത്തത് അതുകൊണ്ടാണ്. അള്ളാഹു അഅലം എന്ന് പറയുമ്പോൾ അവിടെ എതിർവാദക്കാരനെ മാനിക്കലുണ്ട്. അത് പറയാതിരിക്കുമ്പോൾ എതിർവാദക്കാരനെ പൂർണ്ണമായും തള്ളിക്കളയലുമുണ്ട്. ഈ സമീപനം പരസ്പരം മനസ്സിലാക്കാനുള്ള സാഹചര്യം പാടെ ഇല്ലാതാക്കുന്നു. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ പരിഹാസം ഒഴിവാക്കുക എന്നതാണ്. എതിരാളിയെ പരിഹസിക്കാതെ വിഷയം അവതരിപ്പിക്കാൻ പാടില്ല എന്ന നിയമം നിലവിലുണ്ടെന്ന് തോന്നിപ്പിക്കും വിധമാണ് പലരുടെയും വിഷയാവതരണം. എന്നാൽ പരിഹസിക്കൽ ഇസ്ലാമിക സംസ്കാരത്തോട് യോജിച്ചതല്ല. പരസ്പരം ശത്രുതയുണ്ടാക്കാനേ അത് ഉപകരിക്കൂ. ഇസ്ലാമിനെ വേണ്ട വിധം പഠിച്ച ഒരാളും മറ്റൊരാളെ പരിഹസിക്കില്ല. അടുത്ത കാര്യം, എതിർകക്ഷിയെ പിഴച്ചവനെന്ന് പറയാതിരിക്കുക എന്നതാണ്. കാരണം ഒരു പണ്ഡിതനും പ്രവാചകനല്ല. അതുകൊണ്ട് തന്നെ തർക്കവിഷയങ്ങളിൽ അന്തിമ വിധി പറയാൻ അദ്ദേഹത്തിനാകില്ല. തൻ്റെ കാഴ്ചപ്പാട് എന്ന നിലക്ക് വിധി പറയാനേ ആകൂ. അതിനാൽ ഓരോരുത്തരും അവരവരുടെ പക്ഷം വിവരിക്കുകയും ഇതാണ് ശരിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞ ശേഷം അള്ളാഹു അഅലം എന്ന് പറഞ്ഞു വെക്കുക. അപ്പോൾ സ്വയം തിരുത്തേണ്ടി വന്നാൽ തിരുത്താനും എതിർപക്ഷത്തുള്ളവർക്ക് നേരെ ചിന്തിക്കാനും അത് അവസരം നൽകും. അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ ഉത്തമ നൂറ്റാണ്ടിലെ പണ്ഡിതന്മാർ പരസ്പരം വഴി പിഴച്ചവർ എന്ന് ആക്ഷേപിച്ചിട്ടില്ല. അവനവൻ്റെ കാഴ്ചപ്പാടുകൾ പറഞ്ഞ് അള്ളാഹു അഅലം എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണ് ചെയ്തത്. അതാകട്ടെ ഇന്നത്തെ പണ്ഡിതന്മാരുടെയും രീതി. അപ്പോൾ പരസ്പരം ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും ഓരോരുത്തരും സന്നദ്ധരാകും. പുറമേ നിന്ന് വീക്ഷിക്കുന്നവർക്ക് ശരിയായ ഇസ്ലാമിൻ്റെ മുഖം തിരിച്ചറിയാനും സാധിക്കും.